friends, so നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when to use some and any. എന്താണ് ഈ സം എനി, അതുപോലെ തന്നെ എവിടേക്കാണ് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്? ചിലപ്പം കൺഫ്യൂഷൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരു ബേസിക് ഗ്രാമറാണിത്. ഓക്കെ, അപ്പം നമുക്കത് ഇന്ന് തന്നെ ക്ലാരിഫൈ ചെയ്യാം. ഓൾ റൈറ്റ്, സോ എല്ലാവർക്കും നമസ്കാരം. ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി സെഷൻ. സം ആൻഡ് എനി എവിടെയായിരിക്കും നമ്മളത് ഉപയോഗിക്കുക? യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. യൂസ്ഡ് വെൻ വി ഡു നോട്ട് നോ ദ എക്സാക്ട് നമ്പർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സംതിങ്. അപ്പോഴൊക്കെയാണ് നമ്മൾ സമ്മും എനിയും കൂടുതലും യൂസ് ചെയ്യാറ്. അതായത് കൗണ്ടബിളും അൺകൗണ്ടബിളും നൗൺസ്. എന്താണ് ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ നൗൺസ്? നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, സി പെൻ, ബോയ്, ചെയർ, ഡ്രസ്, ഫോൺ. സോ ഇതിൻ്റെയൊക്കെ മുമ്പേ എനിക്കിപ്പം 5 പേന അല്ലെങ്കിൽ 4 ബോയ്സ് അല്ലെങ്കിൽ 3 ചെയർസ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അതേസമയം അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വാട്ടർ, മിൽക്ക്, പെയിൻ, റൈസ്. സി, ഈ വാട്ടറിന് മുമ്പിൽ എനിക്ക് 7 വാട്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 5 മിൽക്ക് എന്ന് പറയാൻ പറ്റുമോ? 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ന് പറയാം. അതേസമയം 7 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 7 ഗ്ലാസസ് ഓഫ് വാട്ടർ എന്ന് പറയാം. അതേസമയം 7 വാട്ടേഴ്സ് എന്ന് നമ്മൾ പറയില്ല. എസ് എന്ന് നമ്മൾ ഇടില്ല. സോ അതിനെയൊക്കെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, സോ സം സ്റ്റേറ്റ്മെന്റ്, സം വച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ദർ ആർ സം ബിസ്കിറ്റ്സ് ഇൻ ദ ബോക്സ്. നമുക്കറിയില്ല, പക്ഷെ എന്തോ ഉണ്ട്, നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ബിസ്കിറ്റ്സ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. പക്ഷെ എന്നാൽ നമ്മളവിടെ സം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എന്താ പറയുക, കറക്റ്റ് എക്സാക്ട് നമ്പർ അറിയില്ല. അതായത് ദർ ആർ സം ബിസ്കിറ്റ്സ് ഇൻ ദ ബോക്സ്. ഐ ഹാവ് സം മണി ഇൻ മൈ വാലറ്റ്. കുറച്ച് മണി ഉണ്ട്, പക്ഷെ എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല. കുറച്ച് മണി ഉണ്ട്. മണി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓൾ റൈറ്റ്. ഹാവ് സം ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. ഹാവ് സം ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് എത്ര 5 ഫെയ്ത്ത് അല്ലെങ്കിൽ 10 ഫെയ്ത്തില്ല, കുറച്ച് ഫെയ്ത്ത് ഉണ്ടാവുക. ഇതൊരു സെൻറ്റൻസ് പോലെയാണ്. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ ഹാവ് സം ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. സോ ഇത്തരം റീസണിൽ, അതായത് എന്തെങ്കിലും കുറച്ചുള്ളതിനെ നമ്മൾ സം എന്ന് ഉപയോഗിച്ച് പറയാൻ പറ്റും. ഓൾറൈറ്റ്, സോ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിമൈൻഡർ ഉണ്ട്. ക്യാപ്ഷൻ്റെ വക 30 ഡേ ഫ്രീ ട്രയൽ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്. നിങ്ങളുടെ നോളജും തോട്ട്സും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട്. ആൻഡ് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ. ഒരു മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നതെന്ന്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും, നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാനും നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാനും. ആൻഡ് വീഡിയോസിന്, അതായത് കോൺസെപ്റ്റ്സിനെ വളരെ കുഞ്ഞു വീഡിയോസിലാക്കി കിട്ടാൻ നിങ്ങൾക്ക് ലൈക്ക് ഡെയിലി മൈക്രോ ലെസൺസ് ഉണ്ട്. കൂടാതെ ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ഓൺ ദി സ്പോട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, മറ്റു പിള്ളേരോട്ട് ചേർന്ന് നിന്ന് പഠിക്കാൻ പറ്റും. ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ഓൾ റൈറ്റ്, സം ക്വസ്റ്റ്യൻസ്. സം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്? വുഡ് യു ലൈക്ക് സം മോർ കോഫി? വുഡ് യു ലൈക്ക് സം കോഫി? അങ്ങനെയും നമുക്ക് പറയാം. സം മോർ കോഫി, അതായത് കുറച്ചുകൂടെ വേണോ നമ്മൾ ചോദിക്കില്ലേ? അപ്പം അതാ പറഞ്ഞത്, എന്തോ ഉണ്ട്. അപ്പം ആ ഒരു കുറച്ചുള്ളതിനെയാണ് നമ്മൾ, അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ സം ഉപയോഗിക്കുന്നത്. ഡു യു നീഡ് സം ഹെൽപ്പ്? എന്തെങ്കിലും ഹെൽപ്പ് വേണോ നമ്മൾ ചോദിക്കില്ലേ? അപ്പം നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. ഓൾ റൈറ്റ്. കുഡ് ഐ ഹാവ് സം ജ്യൂസ്? കുഡ് ഐ ഹാവ് സം ജ്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാം. എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കുഡ് ഐ ഹാവ് സം ജ്യൂസ് എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. എനിക്ക് ഇത്ര ലിറ്റർ ജ്യൂസ് വേണം, അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ. സോ could I have some juice? അതായത് കുറച്ച് ജ്യൂസ് എനിക്ക് വേണം. ഓൾ റൈറ്റ്, സോ എനി വച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ്? നമ്മൾ സം വച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കി. ഇനി എനി വച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഷീ ഡസ് നോട്ട് ഹാവ് എനി മണി. സി, ഇവിടെ ഈ എനി മണി, ഡസ് നോട്ട് എനി മണി. അപ്പം ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തതിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഷീ ഡസ് നോട്ട് ഹാവ് എനി മണി. ഒന്നുമില്ല അവരുടെ, ഒരു മണി പോലും ഇല്ല. We do not have any space to keep this sofa. We do not have we do not have any space. അതായത് 0 സ്പേസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. You will have to do the work without any help. ഒരാളുടെ ഹെൽപ്പും ഇല്ലാണ്ട് നീ ഇത് ചെയ്യണം, നീ ഈ പരിപാടി ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പും ഇല്ലാണ്ട്. അപ്പം ഇത്തരം കോണ്ടെക്സ്റ്റിൽ എനി എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയുക, ഒന്നുമില്ലാത്തതെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓൾ റൈറ്റ്, അടുത്ത കുറച്ച്, അതായത് എനി വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലോ, ഡു യു വാണ്ട് എനി ഹെൽപ്പ്?
ഡു യു വാണ്ട് എനി ഹെൽപ്പ്? അത് ആക്ച്വലി നമ്മൾ ചോദിക്കുമ്പം യെസ് ഓർ നോ എന്നുള്ള രീതിയിലാണ്. അതായത് ഒന്നല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാ. അതേസമയം ഡു യു നീഡ് സം ഹെൽപ്പ് എന്ന് നമ്മൾ പറയുമ്പം കുറച്ച് എന്നുള്ള രീതി, അതായത് നമ്മുടെ കയ്യിൽ ഉണ്ട് കൊടുക്കാൻ. ഡു യു വാണ്ട് എനി ഹെൽപ്പ് എന്ന് ചോദിക്കുന്നത്, ഇത് രണ്ടും ആക്ച്വലി സംഭവം ഒന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും അതതിൻ്റെ ആ സിറ്റുവേഷനെ, കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡു യു വാണ്ട് എനി ഹെൽപ്പ് എന്നുള്ള രീതിയിൽ യെസ് ഓർ നോ എന്നുള്ളൊരു ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഓക്കെ, ഡസ് ഷീ ഹാവ് എനി സിസ്റ്റർ? ഡസ് ഷീ ഹാവ് എനി സിസ്റ്റേഴ്സ്? അതായത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ. ഇപ്പം ഇത്തരം കോണ്ടെക്സ്റ്റിൽ ഡസ് ഷീ ഹാവ് സം നമ്മൾ ചോദിക്കില്ല, കുറച്ച് എന്നുള്ളതില്ല. ഡസ് ഷീ ഹാവ് എനി സിസ്റ്റേഴ്സ്? ഉണ്ടോ ഇല്ലയോ, സിമ്പിൾ. Could you give me any suggestions to solve this? Could you give me any suggestions? Suggestions ഉണ്ടോ ഇല്ലയോ? Could you give some suggestions? അതായത് സം നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം ഇല്ലാത്തതും ഉള്ളതും, അപ്പം ആ ഒരു പെർട്ടിക്കുലർ ത്രെഡിൻ്റെ ഇടയിലാണ് ഈ സമ്മും എനിയുടെയും ഉപയോഗം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സം വെച്ച് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ സം ഉപയോഗിക്കുന്നത്. എനി വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിലെയും ഇടയിൽ കിടക്കുന്ന ഒരു സംഭവം, അതായത് ഈ രണ്ടിലെയും സ്പെസിഫൈ ചെയ്ത് ഒന്നല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളൊരു കുറച്ചുകൂടെ പ്രോംപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചൊരു പർട്ടിക്കുലർ ഡിഫൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ എനി ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിയും സമ്മിൻ്റെയും ഒക്കെ ബേസിക് വ്യത്യാസം. സോ അടുത്ത തവണ നിങ്ങൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പം കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഉപയോഗിക്കുക. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഉപയോഗമായിരിക്കും ഉപയോഗിക്കുന്നത്. ചിലപ്പം നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമ്മൾ തെറ്റായ ഒരു കാര്യമായിരിക്കും കൺവേ ചെയ്യുന്നത് ഇതിൻ്റെ മിസ്യൂസ് നടത്തുകയാണെങ്കിൽ. സോ അടുത്ത തവണ ഇതൊക്കെ യൂസ് ചെയ്യുമ്പം ആലോചിച്ച് എവിടെയാണ് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്ത് ഉപയോഗിക്കാം. സോ അത് കൂടാണ്ട് ഡസൻറ്റ് മാറ്റർ വിച്ച് വൺ എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് യു ക്യാൻ പിക്ക് എനി ബുക്ക് യു വാണ്ട്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം എന്നുള്ള രീതിയിൽ. എനി സോങ് ഇസ് ഗുഡ് ടു കാം മൈ ബേബി. എനി സോങ്, ഏതെങ്കിലും ഒരു പാട്ട്. എനി സോങ് ഇസ് ഗുഡ് ടു കാം, ഏതെങ്കിലും എന്നുള്ളത്. അപ്പം ഉണ്ടെന്ന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാം. ഏതെങ്കിലും സോങ് ഇസ്, എനി song is good to calm my baby. I can draw any animated character. എനിക്ക് ഏത് അനിമേറ്റഡ് ക്യാരക്ടറും വരയ്ക്കാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ എന്തോ ഉണ്ടെന്നറിയാം, ഏതെങ്കിലും എനിക്ക് വരയ്ക്കാൻ എനിക്ക് പറ്റും. അപ്പം ഇത്തരം സെൻറ്റൻസുകളിൽ, അതായത് എനി, ഡസൻറ്റ് മാറ്റർ എന്നുള്ളൊരു സംഭവം വരില്ലേ, അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എനി എന്നുള്ളത്. സോ ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ വായിച്ചും കുറേയൊക്കെ കേട്ടുമൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർ യൂസേജ് അറിയാൻ പറ്റുന്നത്. ഒന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓൾറൈറ്റ്, ഐ തിങ്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം സെൻറ്റൻസ് നിങ്ങൾ ഫോം ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കും അറിയാൻ പറ്റും, ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്സ് എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് കറക്റ്റായിട്ട് പറയുന്നത്. അത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്ഷൻ്റെ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ ഒന്നല്ലെങ്കിൽ caption.com വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ ഇതുപോലെ രസകരമായ വീഡിയോസുമായി അടുത്ത തവണ വരും. അതിനു മുമ്പേ അതുവരെ ടാറ്റ.